എല്ലാവർക്കും മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും തന്നെ നമ്മുടെ പോർട്ട്ഫോളിയോയ്ക്ക് നമ്മുടെ എല്ലാവരുടെയും ഇതൊരു ആൻസിസ്റ്റർ പ്രോപ്പർട്ടി അല്ലെങ്കിൽ നമ്മൾ മേടിച്ച പ്രോപ്പർട്ടി എന്തെങ്കിലുമായിട്ട് നമ്മുടെ റിയൽ എസ്റ്റേറ്റിൽ നമ്മുടെ പോർട്ട്ഫോളിയോയ്ക്ക് ഡെഫിനറ്റ്ലി ഉണ്ടാവും. ഈ ബഡ്ജറ്റിന് ശേഷം റിയൽ എസ്റ്റേറ്റ് ടാക്സേഷൻ കുറച്ച് കൺഫ്യൂഷൻ ആയിരിക്കുകയാണ്. ആ കൺഫ്യൂഷൻസ് ടോട്ടലി ഇന്ന് സോർട്ട് ഔട്ട് ചെയ്യാനും ക്ലിയർ ചെയ്യാനുമാണ് CA വർഗീസ് വീണ്ടും നമ്മുടെ ചാനലിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണാൻ സമയമില്ലാത്ത ഒരാളാണെങ്കിൽ നമ്മൾ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഈ കോണ്ടന്റ് കംപ്ലീറ്റ്ലി നമ്മളൊരു PDF ആക്കി മാറ്റി നിങ്ങളുടെ മെയിലിലേക്ക് നമ്മൾ സെൻഡ് ചെയ്യുക. ഓൾ യു ഹാവ് ടു ഡു ഇസ് റിയൽ എസ്റ്റേറ്റ് മലയാളം എന്ന് പറയുന്ന ആ ഒരു ഫ്രേസ് മാത്രം കോമന്റിലേക്ക് ഇട്ടാൽ മതി. ബാക്കിയുള്ള PDFs കാര്യങ്ങളെല്ലാവരും സ്ട്രേറ്റ് അവേ എല്ലാ കാര്യങ്ങളും നമ്മൾ സ്ട്രേറ്റ് അവേ നിങ്ങളുടെ മെയിലിലേക്ക് ഡയറക്ട്ലി ഷെയർ ചെയ്യാം. അപ്പോൾ റിയൽ എസ്റ്റേറ്റിനെ അപേക്ഷിച്ചുള്ള എല്ലാ ഡൗട്ട്സും പെട്ടെന്ന് തന്നെ തീർക്കാൻ വേണ്ടി നമുക്ക് സ്ട്രേറ്റ് അവേ CA വർഗീസിലേക്ക് പോകാം. വർഗീസ്, താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് വൺസ് അഗെയിൻ. നമ്മൾ ലാസ്റ്റ് ടൈം ചെയ്ത വീഡിയോ നല്ല വ്യൂസ് ഉണ്ടായിരുന്നു, കുറേ എൻക്വയറീസും അതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ അതുപോലത്തെ വളരെ റിലവന്റ് ആയിട്ടൊരു സബ്ജക്റ്റ് ആണ് നമ്മുടെ റിയൽ എസ്റ്റേറ്റ്, പ്രത്യേകിച്ച് ബഡ്ജറ്റ് കഴിഞ്ഞിട്ട്. അപ്പോൾ ബിഫോർ വി ഗെറ്റ് ഇൻ ടു ദ സബ്ജക്ട്, ഒരു ചേഞ്ചിങ് ട്രെൻഡ് ഞാൻ നോട്ടീസ് ചെയ്തൊന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അതായത് കഴിഞ്ഞൊരു 10 മാസം അല്ലെങ്കിൽ ഒരു 12 മാസം ഗ്യാപ്പിൽ കേരള നോൺ ടു ബി എ വെരി ബാഡ് പ്ലേസ് ഫോർ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് അല്ലെ. കാലങ്ങളായിട്ട് 2010 തുടങ്ങിയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് നോക്കുമ്പോൾ പക്ഷെ കേരളത്തിൽ ചില പോക്കറ്റ്സിൽ റെന്റൽ ഈൽഡ്സ് കയറിയതായിട്ട് കാണുന്നുണ്ട്. ശ്രദ്ധിച്ചായിരുന്നു? അതായത് ഏരിയാസ് ലൈക്ക് കാക്കനാട്, ഇൻഫോ പാർക്ക്, അല്ലെങ്കിൽ ട്രിവാൻഡ്രത്തിലെ ഏരിയാസ് ലൈക്ക് ടെക്നോ പാർക്ക്, അതിന്റെ ചുറ്റുവട്ടത്തായിട്ടുള്ള റെന്റൽ ഈൽഡ്സ് ശരിക്കും അതിന്റെ കൂട്ടത്തിൽ പ്രോപ്പർട്ടി അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഇസ് എ വെരി വെൽക്കം ചേഞ്ച് ഫോർ കേരള. കാരണം 2008 തുടങ്ങി നമ്മൾ സ്ട്രഗ്ലിംഗ് ആണ്. അപ്പൊ ഇങ്ങനെ പ്രോപ്പർട്ടി പ്രൈസസ് കയറുമ്പോഴത്തേക്കും അല്ലെങ്കിൽ റെന്റൽ ഈൽഡ് കയറുമ്പോഴേക്കും ഇറ്റ് ബിക്കംസ് ഓൾ ദ മോർ റെലവെന്റ് ഫോർ us to talk about റിയൽ എസ്റ്റേറ്റ് ടാക്സേഷൻ. അങ്ങനെ വരുമ്പോൾ ഫസ്റ്റ് തിങ്, എന്താണ് ഈ ബഡ്ജറ്റിന്റെ ചേഞ്ച് എന്ന് പറയുന്നത്? ഈ ജൂലൈ 23 കഴിഞ്ഞ ബഡ്ജറ്റ് വെച്ച് എന്താണ് ശരിക്കും റിയൽ എസ്റ്റേറ്റിന്റെ ടാക്സേഷനുള്ള മെയിൻ മാറ്റങ്ങൾ? താങ്ക് യു തോമസിന് നമ്മൾ ഇൻവൈറ്റ് ചെയ്തതിൽ. ബൈ പ്ലസ്. ഈ 23 ജൂലൈ 2024 തോമസ് പറഞ്ഞു. ഈ 23 ജൂലൈ 2024 ഇതിന്റെ എല്ലാം പ്രസക്തി കിടക്കുന്നത്. ആ ഡേറ്റിന് അവർ അത്രയും റെലവൻസ് കൊണ്ട് വെച്ചു. അതിന് സാധാരണഗതിയിൽ നമ്മൾ പൊതുവേ ഒരു ആക്ടോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ വരുമ്പോഴത്തേനും ഓൺ ഓർ ബിഫോർ എന്നാ പറഞ്ഞത്. ഈ കാര്യത്തിന് മാത്രം അവർ ബിഫോർ 23 ജൂലൈ 2024 ഓൺ ഓർ എന്നുള്ള സംഭവം എടുത്ത് മാറ്റി. എന്തുകൊണ്ടാണത്? അവർക്ക് അത് ആ ബഡ്ജറ്റിന്റെ അതിന്റെ അത്രത്തോളം ഇമ്മീഡിയറ്റ് ആയിട്ട് ഇതിന്റെ ഇഫക്റ്റ് കൊണ്ടുവരണം എന്നുള്ളത് അവർക്ക് ക്ലിയർ ആയിരുന്നു. അതുകൊണ്ട് ആ ഡേറ്റ് പോലും വെക്കാണ്ട് 23 ജൂലൈക്ക് മുമ്പ് നടക്കണം. കാരണം അത് ഔട്ടായി കഴിയുമ്പോഴത്തേനും പല ട്രാൻസാക്ഷൻ നടക്കും. അതുകൊണ്ട് തന്നെ 23 ജൂലൈക്ക് മുമ്പുള്ള കാര്യങ്ങൾക്ക് മാത്രമേ ഇത് ലാഗുള്ളൂ. ഇത് എന്താണെന്ന് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് റിയൽ എസ്റ്റേറ്റ് ബന്ധപ്പെട്ട കാരണം ഞാൻ നോൺ ഫിനാൻഷ്യൽ അസറ്റ്സിന്റെ ബേസിക്കലി കവർ ചെയ്യുന്നത്. ലാൻഡ്, ബിൽഡിംഗ് കാര്യങ്ങൾക്ക് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ട്. അതായത് 24 മന്ത്സ് ഹോൾഡ് ചെയ്യുന്നതാണ് ലോങ് ടേം, മോർ ദാൻ 24 മന്ത്സ് ഇല്ലെന്നുണ്ടെങ്കിൽ ഷോർട്ട് ടേം. പുതിയ ബഡ്ജറ്റിൽ വന്നതനുസരിച്ച് ലോങ് ടേമിന്റെ റേറ്റ് 12.5%, ഷോർട്ട് ടേമിന്റെ നോർമൽ സ്ലാബ് അനുസരിച്ചിട്ട് എന്താണോ ഗെയിൻ അതനുസരിച്ച് ടാക്സ് വരും. ഇവിടെ വരെ കൺഫ്യൂഷൻ ഇല്ല, കാര്യങ്ങളില്ല. വരുന്ന പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ അപ്പൊ ഇൻഡെക്സേഷൻ എന്ന് പറഞ്ഞ സംഭവം ഇത് എവിടെ പോയി? ഇവര് കൊണ്ടുവന്ന ഒരു കൾച്ചർ എങ്ങനെയാ വെച്ചാൽ ഇൻഡെക്സേഷൻ എന്ന് പറഞ്ഞ സാധനങ്ങൾ എടുത്തങ്ങോട്ട് വേണ്ട എന്ന് പറഞ്ഞു. അപ്പോഴത്തേനുമാണോ അവേക്കനിങ് വന്നത്. ഈ പറഞ്ഞ പോലെ ഇൻഡെക്സേഷൻ എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ പലയിടത്തുനിന്നും നാനാഭാഗത്തുനിന്നും ഇന്ത്യയുടെ തന്നെ വേണ്ടി പറയാം, നാനാഭാഗത്തു നിന്നാണെങ്കിലും ഇതിന് റിബൽ കാര്യങ്ങൾ വന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ വളരെയധികം ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഗെയിനിന്റെ കാര്യത്തിൽ. ക്യാപിറ്റൽ ഗെയിൻ വന്നു സെയിൽ നടന്നു കഴിഞ്ഞാൽ വ്യൂവേഴ്സിന്റെ ഒരു ബെനിഫിറ്റിന് വേണ്ടി ഇൻഡെക്സേഷൻ പലർക്കും അറിയാൻ പറ്റും. വളരെ സിമ്പിൾ ആയിട്ടൊന്നും ഇൻഡെക്സേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, ഇൻകം ടാക്സ് ഡിസൈഡ് ചെയ്തിരിക്കുന്ന സ്ലാബ് റേറ്റ്സ് ഉണ്ട്. ഈ അപ്രിസിയേഷൻ നമ്മൾ നോർമലി ഒരു പണ്ട് നമ്മൾ 100 രൂപയ്ക്ക് മേടിച്ച സാധനത്തിന് ഇപ്പോൾ 500 രൂപയായെന്ന് പറയൂല്ലോ. അതിന് ആ ടേബിള് ഇൻകം ടാക്സ് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് ഇൻഡെക്സേഷൻ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് 2001 ഫെയർ പ്രൈസ് വാല്യൂ ആണ് ഇൻഡെക്സേഷൻ കൺസിഡർ ചെയ്യുള്ളൂ. അതായത് ആസ് പ്രോപ്പർട്ടിയോ എന്ത് പ്രോപ്പർട്ടി ആയിക്കട്ടെ ബിഫോർ 2001 അക്വയർ ചെയ്താണെങ്കിൽ 2001 അതിന് എന്താണോ ഫെയർ വാല്യൂ അതിനെ എന്ന് ഡേറ്റ് ഓഫ് സെയിൽ നടക്കണേ അതുവരെയുള്ള ഇൻഡെക്സ് ചെയ്തിട്ട് ഇൻകം ടാക്സ് പറയുന്ന ടേബിൾ വെച്ചിട്ട് ഇൻഡെക്സ് ചെയ്തിട്ട് ഇതിനെ പ്രസന്റ് വാല്യൂലോട്ട് കൊണ്ടുവരുന്നത്. ആ പ്രസന്റ് വാല്യൂലോട്ട് കൊണ്ടുവരുന്ന മെക്കാനിസമാണ് ബേസിക്കലി ഇൻഡെക്സേഷൻ. അതായത് ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള പ്രോഫിറ്റിന്റെ മുകളിൽ ടാക്സ് പേ. അപ്പൊ പെയിൻ അധികം വരരുത്. അതായത് പണ്ട് കാലത്ത് വളരെ തുച്ഛമായ എമൗണ്ട് മേടിച്ചിട്ട് പിന്നെ അവസാനം അത് വളരെയധികം തുക കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വരാതിരിക്കാൻ വേണ്ടി മാത്രം സർക്കാർ കൊണ്ടുവന്ന ഒരു ബെനിഫിറ്റ്. ആ ബെനിഫിറ്റ് ആണ് എടുത്ത് കളഞ്ഞത്. എന്നിട്ട് അവർ 12.5% സ്ട്രേറ്റ് ഗെയിനിന്റെ മുകളിൽ. അത് സിമ്പിൾ ടേംസിൽ പറഞ്ഞു കഴിഞ്ഞാൽ 10 ലക്ഷത്തിന് മേടിച്ചിട്ട് സാധനം 1.5 കോടിക്കാണ് വിൽക്കണമെങ്കിൽ ആ 1.5 കോടിയിൽ നിന്ന് 10 ലക്ഷം മൈനസ് ചെയ്തിട്ട് സ്ട്രേറ്റ് അവേ അതിന്റെ 12.5% ആണ് ടാക്സേഷൻ വരാൻ പോകുന്നത്. എന്റെ ദൈവം, ഈ
ഹ്യൂജ്. അപ്പൊ അതാണ് ഇപ്പൊ കൊണ്ടുവന്ന ഒരു സംഭവം. അപ്പൊ ഈ കൊണ്ടുവന്ന സംഭവത്തില് ഒരു വളരെയധികം ഞാൻ പറഞ്ഞ പോലെ വളരെയധികം എതിർപ്പുകളും കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേനും അവരതിന് തോട്ട് കൊടുത്ത് അണ്ടർസ്റ്റുഡ് ഇത് അത്ര എളുപ്പത്തിൽ നടത്താൻ പറ്റില്ല. സോ കം അപ്പ് വിത്ത് ഒരു ഇത് കൊണ്ടുവന്നു. റെസിഡൻസിനും റെസിഡൻസിനും HEFനും 23 ജൂലൈക്ക് മുമ്പ് 23 ജൂലൈ 2024 മുമ്പ് മേടിച്ച പ്രോപ്പർട്ടി ആണെങ്കിൽ ആ മേടിച്ചതിന് വളരെ പ്രസക്തി ഉണ്ട്. പർച്ചേസ് ചെയ്ത പ്രോപ്പർട്ടി ആയിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് സെയിൽ എപ്പോൾ ചെയ്താലും ഇതിന് ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് എടുക്കാം. അതായത് അതിന് 2 സ്കീമും ചെയ്യാം. ഐദർ ഇൻഡെക്സേഷൻ എടുത്ത് ചെയ്യാം, ഇല്ലെന്നുണ്ടെങ്കിൽ ഇൻഡെക്സേഷൻ ഇല്ലാണ്ട് 12.5 പോവാം. ഇൻഡെക്സേഷൻ എടുത്ത് ചെയ്യുമ്പോഴും 20% ആണ് റേറ്റ് വരുന്നത്. പക്ഷെ അതിന് ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് വരുമ്പോഴത്തേനും ടു എക്സ്റ്റെന്റ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബെനിഫിറ്റ് വരും. അത് ഇതിനേക്കാളും തീർച്ചയായിട്ടും വരും. കാരണം പണ്ട് കാലത്ത് ആരും അങ്ങനെ സ്റ്റാമ്പ് പേപ്പർ വാല്യൂ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സ്റ്റാമ്പ് പേപ്പറിൽ വാല്യൂ ഒന്നും ആരും അധികം മാത്രം കാണിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ അതിന് ഇൻഡെക്സേഷനും കിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂജ് ഇതാണ് വരാൻ പോകുന്നത്, ഇമ്പാക്ട് വരാൻ പോകുന്നത്. അപ്പോൾ റെസിഡൻസിനും HEFനും അവർ ബെനിഫിറ്റ് കൊടുത്തു. ഈ പറഞ്ഞ പോലെ ഐദർ ഇൻഡെക്സേഷൻ വെച്ചിട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ 12.5 നമ്മുടെ ക്യാപിറ്റൽ ഗെയിന്റെ മുകളിൽ സ്ട്രേറ്റ് വരെ ചെയ്യാം. ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ബെനിഫിഷ്യൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇപ്പോൾ വെച്ചേക്കുന്നത്. ഓൺലി ഫോർ റെസിഡന്റ് ആൻഡ് HEF. അതും പർച്ചേസ് ചെയ്ത ഡേറ്റ് 23 ജൂലൈ 2024 മുമ്പായിരിക്കണം. ഇത് വന്നതിന് ഇമ്പാക്ട് വരുമ്പോൾ തന്നെ അതിന്റെ ഒപ്പം നമ്മൾ പറയേണ്ട കാര്യമാണ് കമ്പനികൾ, NRIകൾ ഇവർ വിടും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ബെനിഫിറ്റ് അവർക്കില്ല. അവർക്കുള്ള ബെനിഫിറ്റ് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ വാക്കിൽ ശ്രദ്ധിച്ചത് പർച്ചേസ് ഡേറ്റ് ആണ് 23 ജൂലൈക്ക് മുമ്പുള്ളത്. ഇവരുടെ കേസിൽ കൊടുത്തേക്കുന്നത് 23 ജൂലൈക്ക് മുമ്പ് സെയിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ സെയിൽ ഡേറ്റ് 23 ജൂലൈ 2024 മുമ്പാണെങ്കിൽ അവർക്ക് ഇൻഡെക്സേഷന്റെ ഓപ്ഷൻ എടുക്കാം. അതായത് കഴിഞ്ഞു പോയ പോലെ എന്തോ ഭാഗ്യവശാൽ അവർ ആ സമയത്ത് സെയിൽ നടത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതിനെക്കുറിച്ചൊന്നും അറിയാണ്ട് ഒരു അവരിൽ ലക്ക് ഫാക്ടർ ആയിക്കോട്ടെ വാട്ടർ അറിയാണ്ട് നടത്തി പോയിട്ടുണ്ടെങ്കിൽ ആ 23 ജൂലൈക്ക് മുമ്പ് നടന്ന സെയിലിന് ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് എടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഓപ്ഷനേ ഇല്ല. പർച്ചേസ് ഡേറ്റ് അവർക്ക് പ്രസക്തി ഇല്ല, സെയിൽ ഡേറ്റ് മാത്രമായിരുന്നു പ്രസക്തി. അപ്പോൾ ദേ നീഡ് ടു ഗോ ഫോർ 12.5%. ഫ്ലാറ്റ് അതായത് ഗെയിനിന്റെ മുകളിൽ എന്താണോ ഉണ്ടാക്കിയത് അതിന്റെ ബെനിഫിറ്റ് ഉണ്ടാക്കിയത് അതിന്റെ അത് ഭയങ്കര ഒരു സോളിഡ് ബ്ലോ ആയിരിക്കും NRI ഒരു കമ്മ്യൂണിറ്റി. സോളിഡ് ബ്ലോ ആണ് തീർച്ചയായിട്ടും. കാരണം ലെറ്റ്സ് സേ there is an NRI who purchased a property, അപ്പനോ അപ്പൂപ്പൻ ഏതെങ്കിലും ഒരു ancestral property purchase ചെയ്തത് ഒരു 30,000 rupees purchase ചെയ്ത് ഇപ്പൊ 2 കോടി 3 കോടിയൊക്കെ ആയിട്ട് വാല്യൂഷൻ ഇപ്പൊ ഉണ്ടാവും. And he has not sold it. 23 ജൂലൈ സെൽ ചെയ്തിട്ടില്ല. And if he is planning to sell it, what will be the taxation? പർച്ചേസ് കോസ്റ്റിന്റെ ഡിഫറൻസ് എടുത്തിട്ട് 12.5% ഫ്ലാറ്റ്. ലെറ്റ്സ് സേ 2 crores ആണ് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ 2 crores മൈനസ് 50,000 ആണ് പർച്ചേസ് എങ്കിൽ 1.5 crores-ന്റെ 12.5% ഫ്ലാറ്റ് ടാക്സ് പേ ചെയ്തേ പറ്റും. അത് വലിയൊരു ചേഞ്ച് ആണ്. വലിയതല്ല, വളരെ ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ചേഞ്ച് ആണ്, പെയിൻ ആണ്. പക്ഷേ അവർ പറയുന്നത് അതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് അതിന്റെ ടാക്സിന്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് ഡബിൾ ടാക്സേഷൻ ട്രീറ്റി ഉള്ള കൺട്രീസ് ഒക്കെ ആകുമ്പോൾ അവിടെ നിങ്ങൾക്ക് ടാക്സ് ബെനിഫിറ്റ് കിട്ടുമ്പോൾ ഈ ടാക്സ് അടച്ചതിന്റെ ബെനിഫിറ്റ് അവിടെ ക്ലെയിം ചെയ്യാം എന്നാണ് പറയുന്നത്. ഡിപ്പെൻസ് ഓരോരോ രാജ്യങ്ങളിലെ DTA നമ്മുടെ രാജ്യമായിട്ട് എഗ്രി ചെയ്ത പോലെ ട്രാൻസാക്ഷൻ പോലെ ഇരിക്കും. ബെനിഫിറ്റ്സ് ഉണ്ടാവില്ല എന്ന് പറയുന്നില്ല, തീർച്ചയായിട്ടും കുറച്ചുണ്ടാവും, ഇല്ലെന്ന് പറയുന്നില്ല. ബട്ട് സ്റ്റിൽ ഒരു പെർസെ ഒരു സാധാരണക്കാരനെ പെട്ടെന്ന് നോക്കുമ്പോഴത്തേനും പണ്ട് മേടിച്ചിട്ടത് അവർ പ്രതീക്ഷിക്കുന്ന അപ്രിസിയേഷൻ ഈ ഇൻഡെക്സേഷൻ കാര്യങ്ങൾക്ക് വരുമ്പോൾ ഇത്രയും ഇമ്പാക്ട് വരില്ലെന്നാണല്ലോ. അപ്പൊ അത് പെട്ടെന്ന് വരുമ്പോഴത്തേനും വളരെയധികം പെയിൻ ആണ്. അപ്പൊ ഇത് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് റെസിഡന്റ് അല്ലെങ്കിൽ HEF. അവർക്ക് എന്ന് പറയുന്നത് പർച്ചേസ് 23 ജൂലൈയുടെ മുമ്പാണ് പർച്ചേസ് ഡേറ്റ് എങ്കിൽ അവർക്ക് ഇൻഡെക്സേഷൻ 20% എടുത്തു പോവാം, അല്ലെങ്കിൽ 12% എടുത്തു പോവാം. NRIക്ക് ആണെങ്കിൽ ഈ പറയുന്ന പോലെ ഫ്ലാറ്റ് സെയിൽ നടക്കണം. അങ്ങനെ ഭാഗ്യവാന്മാരെങ്കിലും ഉണ്ടെങ്കിൽ അവർ പക്ഷേ there will be a lot of land bank NRIസിന്. ഇപ്പൊ ഒരു പ്രോപ്പർട്ടിയുടെ ആസ്പെക്ട് ഒരു 5 years മുമ്പ് മേടിച്ചൊരു പ്രോപ്പർട്ടി ആണെന്ന് വിചാരിച്ചു. അപ്പൊ ഇതിന്റെ ഇമ്പാക്ട് ആയിരിക്കും. നമ്മൾ മുമ്പ് സംസാരിച്ചത് കാലാകാലങ്ങളായിട്ട് ഒരു ആക്സിസ്റ്റന്റ്. ഞാൻ പറയുകയാണെങ്കിൽ ടു ആൻ എക്സ്റ്റെന്റ് നമ്മൾ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള പർച്ചേസിൽ മേടിച്ചു നിൽക്കുക. ഇതെല്ലാം പറയുന്നത് നമ്മൾ ഹിഡനായിട്ട് നമ്മൾ ഓപ്പൺ ആയിട്ട് തന്നെ പറയാം, ബ്ലാക്കിന്റെ ഒരു എലമെന്റ് ആണ്. അപ്പോൾ ഈ ഒരു എലമെന്റ് കാര്യമായിട്ടുള്ള ചിലർ പറഞ്ഞ സാലറി ക്ലാസ് ആൾക്കാർ ഗോ ഫോർ ഹോം ലോൺ അല്ലെ, മിക്കവരും ഹോം ലോൺ അല്ലെങ്കിൽ ബാങ്ക് ലോൺ അങ്ങനത്തെ വെച്ചിട്ടുള്ള പർച്ചേസും കാര്യം നടത്തുന്നത്. അപ്പോൾ ലാൻഡ് മേടിച്ചിട്ട് കൺസ്ട്രക്ട് ചെയ്യണവരും ടു ആൻ എക്സ്റ്റെന്റ് എല്ലാം ലോൺ വെച്ചിട്ടാണ് ചെയ്തേക്കണമെങ്കിൽ അവർക്ക് കൂടുതലും അത് വൈറ്റ് പാർട്ടാണ്. അപ്പോൾ മാക്സിമം വൈറ്റ് പാർട്ട് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഗെയിൻ കുറയുവാണ്. കാരണം എത്രത്തോളം വൈറ്റ് കൂടുന്നു അപ്പോൾ പർച്ചേസ് കോസ്റ്റ് കൂടി. അപ്പോൾ ഇപ്പൊ ലാൻഡ് മേടിച്ചത് 10 ലക്ഷത്തിന് അതിന്റെ മുകളിൽ 20 ലക്ഷം അല്ലെങ്കിൽ 30 ലക്ഷം കൊടുത്ത് വീട് പണിതെന്ന് പറയുമ്പോൾ 40 ലക്ഷത്തിന് ആയ സാധനം നമ്മളൊരു 60 ലക്ഷത്തിന് വിറ്റ് കഴിഞ്ഞാൽ 20 ലക്ഷത്തിന് മുകളിൽ 12.5 ലാഭമാണ്.
കാരണം 5 കൊല്ലം കൊണ്ട് ഇൻഫ്ലേഷൻ കൊണ്ട് മറ്റേ ഇൻഡെക്സേഷൻ കൊണ്ട് നമുക്ക് ഏതായാലും ഇത്രയും ലാഭം കിട്ടില്ല. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ കറക്റ്റ്. അപ്പൊ ഇൻ ഷോർട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം റിയലിസ്റ്റിക് ആയിട്ട് നമ്മുടെ പർച്ചേസ് വാല്യൂ നമ്മൾ കാണിച്ചിട്ടുണ്ടോ അതിനനുസരിച്ചിട്ട് ഇപ്പുറത്ത് നമ്മൾ ഇമ്പാക്ട് കുറയും. നേരെ മറിച്ച് എത്രത്തോളം നമ്മൾ താഴ്ന്നാണ് അവിടെ കാണിച്ചേക്കുന്നത് അതിനനുസരിച്ച് ഇവിടെ. അപ്പോൾ അതിന്റെ ഒരു ഡേറ്റ്സിനും ഒരു റെലവൻസ് ഉണ്ടാവും. 2-3 വർഷം മുമ്പ് മേടിച്ച പ്രോപ്പർട്ടി ആണെങ്കിൽ കുറച്ചുകൂടെ ഒരു കുഷൻ ഉണ്ടാവും. പക്ഷേ എക്സാക്ട്ലി. പക്ഷേ ലോങ് ടേം ഇതാണെങ്കിൽ അതിൽ ഹിറ്റ് കൂടുതൽ. ഇപ്പൊ കേരളം പോലത്തെ ഒരു സ്ഥലത്ത് റിയൽ എസ്റ്റേറ്റ് ഇസ് ഓൾറെഡി നോട്ട് ഡൂയിങ് വെൽ. ഐ മീൻ നമുക്കൊരു ജനറിക് വ്യൂ എടുക്കാം. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു ഇമ്പാക്ട് കൂടിയായി വരുമ്പോഴത്തേക്കും ഇറ്റ് വിൽ ബി ഓൾ ദ മോർ ഡിഫിക്കൽട്ട് അല്ലേ? തീർച്ചയായിട്ടും. നമ്മൾ കേരള മാർക്കറ്റ് പറയുമ്പോൾ NRIകളുടെ മാർക്കറ്റ് നമ്മൾ പണ്ടുതൊട്ടേ അറിയാവുന്ന ഒരു സ്ഥലമാണ്. എല്ലാവരും പമ്പിങ് നിർത്തി. പമ്പിങ് ഒക്കെ അവിടെ തന്നെ എല്ലാവരും ഇപ്പൊ മിഡിൽ ഈസ്റ്റിൽ തന്നെ സാധനം മേടിക്കുന്നു, റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. കാനഡയിൽ പോകണം, അങ്ങോട്ട് പോകുന്നു. ഇപ്പൊ ഏതായാലും നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ റാന്നി, പത്തനംതിട്ട, തിരുവല്ല ഞാൻ എപ്പോഴും പറയുന്നതാണ്, ആ സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ പ്രേതാലയം പോലെ വീടുകൾ കിടക്കുവാന്നല്ലാണ്ട് അത് ഗോസ്റ്റ് സിറ്റീസ് ആയിക്കൊണ്ട് വരുവാണ്. കാരണം മക്കളും എല്ലാം അവിടെയാണ്. അപ്പൊ അവർക്കൊന്നും ഇവിടെ ഈ പ്രോപ്പർട്ടിയിലും താല്പര്യമില്ല. അപ്പൊ പാരന്റ്സ് ജസ്റ്റ് ഉണ്ടാലും പാരന്റ്സും ചിലപ്പോൾ അവർ കൊണ്ടുപോവാണ്. ഈ പ്രോപ്പർട്ടിയിൽ 4000 സ്ക്വയർ ഫീറ്റും അതിന് കൂടുതൽ ഒരു ഏക്കർ 2-3 ഏക്കറും ആയിട്ട് അവിടെ കിടക്കുവാണ്. ഇതിനൊക്കെ സത്യം പറഞ്ഞാൽ അപ്രിസിയേഷൻ ഒരു 10 extent അധികം ഉണ്ടാകാൻ പ്രതീക്ഷിക്കാനുള്ള വകുപ്പ് കാണുന്നില്ല. ഓൾറെഡി ആ ഒരു സൈക്കിള് ഇനിയിപ്പോ അല്ലെങ്കിൽ സൈക്കിൾ നമ്മൾ തിരിച്ച് റിവേഴ്സ് സൈക്കിൾ വന്നു തുടങ്ങണം. എല്ലാത്തിനും റിവേഴ്സ് സൈക്കിൾ ഉണ്ടാവും തീർച്ചയായിട്ടും. കാലം കാരണം വെച്ചാൽ പുറത്തു പോയവർ തിരിച്ച് വരുന്ന ഒരു കാലഘട്ടം ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ആൾക്കാർ തിരിച്ച് വന്നു കഴിയുമ്പോൾ ഡെഫിനറ്റ്ലി ഇതിന് തിരിച്ച് സൈക്കിൾ വരും. പക്ഷെ അതുവരെ ഉള്ള ഒരു ടൈം ഫ്രെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ട്രസ് സെയിൽ നന്നായിട്ട് പ്രതീക്ഷിക്കാവുന്ന ഒരു ടൈമാണ്. കാരണം എങ്ങനെയെങ്കിലും ഉള്ളത് വെച്ചിട്ട് റിപ്പാട്രിയേറ്റ് ചെയ്ത് കൊണ്ടുപോവുക. കാരണം ആരും ബോധേഡല്ല. അപ്പൊ അങ്ങനത്തെ ഒരു ഡിസ്ട്രസ് സെയിൽ ഭയങ്കരമായിട്ട് നടക്കുന്ന ഒരു സമയമാണ് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ. അതുപോലും നടക്കണില്ല, അതാണ് വേറെ കാര്യം. കാരണം അവരുടെ എക്സ്പെക്ടേഷൻ ഇവിടെ പ്രൈസും നമ്മൾ മാച്ച് ആവുന്നില്ല. അങ്ങനത്തെ പ്രശ്നമുണ്ട്. അപ്പോൾ ഐഡിയലായിട്ട് പ്രോപ്പർട്ടീസ് വളരെയധികം പ്രതീക്ഷിക്കേണ്ട ഒരു ടൈമാണ്. റിയൽ എസ്റ്റേറ്റ് ടു ആൻ എക്സ്റ്റെന്റ് കേരളം സംബന്ധിച്ച് ഇപ്പൊ അത്ര നല്ല ടൈമേ അല്ല. അൺലെസ് രണ്ടിൽ തോമസ് പറഞ്ഞ പോലെ ഈ ഒരു വിസിനിറ്റി ഇപ്പൊ നമ്മൾ ഈ പോക്കറ്റ്സ് ഇപ്പൊ കാക്കനാട്, പുത്തൻകുരിശ്, അങ്ങനെ ഇവിടത്തേക്ക് പറയുവാണെങ്കിൽ അങ്ങനത്തെ കുറച്ച് ബെൽറ്റുകൾ തീർച്ചയായിട്ടും അതിന്റെ ഗ്രോത്ത് ഉണ്ടാവും. ഇതിന്റെ ഒരു ലോജിക് എന്തായിരിക്കണം? ഗവൺമെന്റ് ഇങ്ങനെ ഒരു ചേഞ്ച് എന്തായിരിക്കണം? ഈ ഒരു എല്ലാം പറഞ്ഞു വരുമ്പോൾ നമ്മൾ ഐഡിയലൈസ് ചെയ്ത് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ശ്രമിക്കുന്നത് അവര് എത്രത്തോളം ആ ഒരു കറപ്ഷൻ അല്ലെങ്കിൽ എത്രത്തോളം ആ ബ്ലാക്ക് മെയിൽ എലിമെന്റ് സിസ്റ്റത്തിൽ നിന്ന് ഒഴിവാക്കാം എന്നുള്ളതാണ് നോക്കുന്നത്. കാരണം വെച്ചാൽ എത്രത്തോളം വൈറ്റ് ആവുന്നു ഓട്ടോമാറ്റിക്കലി അതിലോട്ട്. അപ്പൊ ഈ സംഭവം ചെയ്യുമ്പോൾ ആൾക്കാർ ഈ 12.5 കാര്യങ്ങൾ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി മേടിക്കുന്ന വാല്യൂ മാക്സിമം കാണിക്കാനും നോക്കും. കാരണം അവൾക്ക് ആ ബെനിഫിറ്റ് കിട്ടണം സെയിൽ നടത്തുമ്പോൾ. അപ്പൊ തീർച്ചയായിട്ടും ഇനി മുന്നോട്ട് പോകുമ്പോഴത്തേനും അവർ മാക്സിമം വൈറ്റ് പാർട്ട് കാണിച്ചു കൊടുക്കും. സ്റ്റാമ്പ് ഡ്യൂട്ടി എല്ലാം കറക്റ്റ് ഇട്ട്. അപ്പൊ സ്റ്റേറ്റിനും ഗുണമാണ് സ്റ്റാമ്പ് ഡ്യൂട്ടിയുടെ കാര്യം വരുമ്പോഴത്തേനും. എല്ലാവരും കുറച്ച് കാണിക്കുന്ന സമയത്ത് ഇങ്ങനത്തോട്ട് കൂട്ടി കാണിക്കാൻ തുടങ്ങും. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേനും ഗെയിൻ വരുമ്പോൾ അതിന് ടാക്സ് ഇമ്പാക്ട് കുറയണതാണ് ഇതിന്റെ അൾട്ടിമേറ്റ് ബെനിഫിറ്റ്. ആൻഡ് സിസ്റ്റത്തിൽ കൂടെ പൈസ വരും. അതായത് എല്ലാം സിസ്റ്റം ത്രൂ പൈസ വന്നു തുടങ്ങും, ബാങ്ക് സിസ്റ്റം എല്ലാം ആയിട്ടും. ഇനി നമ്മളൊരു ഇന്ത്യയിൽ താമസിക്കുന്ന ഒരു ഇൻഡിവിജ്വൽ ആണ്, സാലറീഡ് ആണ്, ആൻഡ് ഹി ഈസ് ഏർണിംഗ് ക്വൈറ്റ് വെൽ. ഒരു 30 to 35 year oldന്റെ ഇടയിലാണ് ഏജ് എന്ന് വിചാരിച്ചു. ഇദ്ദേഹം ഒരു വീട് പർച്ചേസ് ചെയ്യാൻ പോവാണ്, അല്ലെങ്കിൽ ഒരു ലാൻഡ് പർച്ചേസ് ചെയ്യാൻ പോവാണ്. അപ്പം ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുമ്പോൾ ടാക്സ് ആംഗിളിൽ നിന്ന്, ബിസിനസ് ആംഗിൾ അവിടെ നിൽക്കണ്ട, ടാക്സ് ആംഗിളിൽ നിന്ന് എന്തൊക്കെ ഫാക്ടേഴ്സ് ഈ പർച്ചേസ് ചെയ്യാൻ പോകുന്ന ആള് ശ്രദ്ധിക്കണം? ഇതിന്റെ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ റിയൽ എസ്റ്റേറ്റ് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും മാക്സിമം വൈറ്റ് പർച്ചേസ് ആക്കുക എന്നുള്ളതാണ് ഇനിയുള്ള സജഷൻ കൊടുക്കാവുന്നത്. രണ്ടാമത്തെ കാര്യം, ഇവർക്കൊക്കെ ഒരു ഇപ്പൊ ലോൺ എടുത്ത് മേടിക്കുന്ന ആളാണെങ്കിൽ, അപ്പോൾ നമ്മുടെ ന്യൂ റിജൈം വന്നല്ലോ, ന്യൂ റിജൈമിനനുസരിച്ച് നമുക്ക് പ്രത്യേകിച്ച് ടാക്സിന് ഇതില്ല, നമുക്ക് ഡിഡക്ഷൻസ് ഒന്നും ഇല്ല. ഇൻട്രസ്റ്റിന് ഡിഡക്ഷൻ കിട്ടില്ല. സെൽഫ് ഒക്യുപ്പൈഡ് ആണെങ്കിൽ, റെന്റിനാണെങ്കിൽ ഉണ്ട്. സെൽഫ് ഒക്യുപ്പൈഡ് ആണെങ്കിൽ നമുക്ക് റെന്റ് ഇൻട്രസ്റ്റ് ഓൺ ഹൗസിംഗ് പ്രോപ്പർട്ടി ലോണും കിട്ടില്ല. അപ്പോ നെഗറ്റീവ് പറയാനുള്ളത് അതെ ഫാക്ട് ആണ്. കാരണം റീപേയ്മെന്റ് ഓഫ് ലോണും കിട്ടില്ല, ഇൻട്രസ്റ്റ് ഓൺ ഹൗസിംഗ് ലോണും കിട്ടില്ല. അപ്പൊ അത് എന്തുകൊണ്ട് ബൂസ്റ്റ് ചെയ്തില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റൻ ആണ്. കാരണം ന്യൂ റിജൈമിൽ അപ്പൊ അവർ സ്ലാബിലാണ് അഡ്ജസ്റ്റ് ചെയ്തേക്കണെന്ന് പറയും. കാരണം സ്ലാബ് ചെറുതാക്കി വെച്ചേക്കുവാണ്. അപ്പൊ അല്ലാതെ വരുമ്പോൾ സെൽഫ് ഒക്യുപ്പൈഡ് ആയിട്ട് നിൽക്കുന്ന ഒരാൾക്ക് ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഇൻട്രസ്റ്റ് ഓൺ കോസ്റ്റും കിട്ടൂല, റീപേയ്മെന്റ് ഓഫ് ലോണും കിട്ടൂല. അല്ലെങ്കിൽ പിന്നെ അത് റെന്റിന് കൊടുത്തിട്ടുണ്ടാണോ? റെന്റിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് കോസ്റ്റ് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. ഇൻട്രസ്റ്റ് കോസ്റ്റ് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും, ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. പുതിയ റിജൈമിലാണെങ്കിലും ഉണ്ട് ഇൻട്രസ്റ്റ് പോർഷൻ. റെന്റിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രം അതിനൊരു ക്യാപ്പ് ഉണ്ട്. ക്യാരി ഫോർവേഡ് ലോസ് നമുക്ക് 2 lakhs മാത്രമേ, അത് നേരത്തെ വന്നിട്ടുള്ള അമെന്റ്മെന്റ് ആണ്, 2 lakhs മാത്രമേ നമുക്ക് ക്യാരി ഫോർവേഡ് ലോസിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അത് ഓഫ്സെറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാവുള്ളൂ. അതായത് എനിക്ക് 2 ലക്ഷം രൂപ 3 ലക്ഷം രൂപ എനിക്ക് ക്യാരി ഫോർവേഡ് ലോസ് ഉണ്ടെങ്കിൽ 2 ലക്ഷം മാത്രമേ ആ കൊല്ലം ഓഫ്സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനടുത്ത് പിന്നെ അടുത്ത കൊല്ലത്തേക്ക് പിന്നെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, ക്യാപ്പ് മാത്രം. അല്ലാത്ത പക്ഷം അവിടെ വന്നാലും വലിയ ബെനിഫിറ്റ് അല്ല വരുന്നത്. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ
ക്ലയൻറ്റിൻ്റെ കേസ് പറഞ്ഞതിൽ ജെന്യുവൻലി ഒരു നീഡ് ഉണ്ടെങ്കിൽ മാത്രം അതെ പ്രോപ്പർട്ടി മേടിക്കുക എന്നുള്ളൊരു പോയിന്റിലേക്ക് വന്നേക്കാം. അങ്ങനെ വേണമെങ്കിൽ പറയാം. കാരണം ഒരു ജോബ് എന്തെങ്കിലും കാരണം കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട്, അതായത് ഒരു സിറ്റി സെലക്ട് ചെയ്തു, ആ സിറ്റിയിൽ തന്നെയാണ് ഇനി ജീവിക്കാൻ പോകുന്നത്, ഒരു സർട്ടിനിറ്റി ഉണ്ടെങ്കിൽ മാത്രം അല്ലേ. അത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ കേരളം പോലെയല്ല, ബിക്കോസ് കേരളം അല്ലാതെ തന്നെ ഇന്ത്യയിൽ പല സിറ്റീസ് വളരെ സ്പീഡിൽ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലെറ്റ്സ് സേ സംബഡി ഈസ് ഗോയിങ് ഫിക്സ്ഡ് ടു ലിവ് ഇൻ ബാംഗ്ലൂർ, അങ്ങനെയാണെങ്കിൽ ആ ബാംഗ്ലൂർ തന്നെ ഒരു പ്രോപ്പർട്ടി മേടിക്കുന്നതിൽ സെൻസ് ഉണ്ട്. ബട്ട് അതർവൈസ് ഫോർ ഇൻവെസ്റ്റ്മെന്റ് ആംഗിൾ പെർ സേ ഞാനിപ്പോ അങ്ങനെ ഒരു സജസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവം അല്ല ബേസിക്കലി ആസ് ഓഫ് നൗ. കാരണം അതിനേക്കാളും നല്ലത് ഇപ്പൊ നല്ല മാർക്കറ്റിൽ കുറച്ചും കൂടി ഉണ്ടാക്കുന്നത്. മറ്റേത് അത്രയും നമുക്ക് അൺലെസ് ആൻഡ് അൺടിൽ നമ്മുടെ ജോബോ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സോ എന്തെങ്കിലും റിലേറ്റഡ് ടു ആ ഒരു ഏരിയ ആണ്, അല്ലെങ്കിൽ വി ആർ റിക്വയർഡ് ടു ഷിഫ്റ്റ്, അതുകൊണ്ടാണെങ്കിൽ മാത്രം മേക്ക് സെൻസ്, അതർവൈസ് ഇല്ല. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിങ് സോ മച്ച് ഇൻഫർമേഷൻ. കാരണം ഇത് വളരെ ക്ലാരിറ്റി വേണ്ട ഒരു സാധനം തന്നെയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ സ്പെസിഫിക്കലി നമുക്ക് ഇതിനെക്കുറിച്ച് മാത്രം നമുക്ക് സംസാരം സോ മച്ച് ഡൗട്ട്സ് എന്ത് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മുമ്പ് ഞാൻ പറഞ്ഞ പോലെ ചിലപ്പോൾ ഈ ഒരു റെഫറൻസ് മെറ്റീരിയലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ നമുക്കൊരു PDF നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്ലീസ് ഗോ ഹെഡ് ആൻഡ് മേക്ക് എ കോമെന്റ് റിയൽ എസ്റ്റേറ്റ് മലയാളം അണ്ടർ ദിസ് വീഡിയോ ഇറ്റ്സെൽഫ്. നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ PDF നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ ഇത്രയും അടുത്ത വീഡിയോയും ഇതേപോലെ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ ചാനൽ ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് ചെയ്യുക. വേറെ എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ താഴെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ടാവും, ആ നമ്പറിലേക്ക് കോൾ ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.